ലോ ലോകത്ത് വലിയ തമാശ നടക്കുന്നു. ഈ ഡൊണാൾഡ് ട്രംപ് ഉള്ളപ്പോൾ നമുക്ക് ചിരിക്കാനുള്ള കോപ്പ് കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇങ്ങേര് ചൈനയുമായിട്ട് ചർച്ച നടന്നു. ഉഭയകക്ഷി ചർച്ച, വെറും ചർച്ചയല്ല. ഇത് നടന്നത് സൗത്ത് കൊറിയയിലാണ്. സൗത്ത് കൊറിയക്കാരുമായിട്ടും പുള്ളി ചർച്ച നടത്തിയിരുന്നു. അവർ പുള്ളിക്കൊരു സ്വർണ്ണ കിരീടമൊക്കെ കൊടുത്തു. വലിയ സ്വീകരണം അതും ഇതുമൊക്കെ ആയിരുന്നു. ചൈനയുമായിട്ട് ചർച്ച നടക്കുന്നിടത്ത് സ്വർണ്ണ കിരീടവും ഇല്ല, അലങ്കാരവും ഇല്ല, ഒന്നുമില്ല. മുള്ളു കമ്പിയിട്ട് ഒരു ബിൽഡിങ് തിരിച്ചിരിക്കുന്നു, ഒരു ഷെഡ്. അതിൻ്റെ അവിടെ കുറച്ച് പട്ടാളക്കാർ നിൽപ്പുണ്ട്, മാധ്യമങ്ങളും നിൽപ്പുണ്ട്. അത് കണ്ട ആളുകൾ മനസ്സിലായി ഇവിടെയാണ് ഈ ഷീ ജിൻപിങ്ങും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ചർച്ച നടക്കുന്നത് എന്നും മനസ്സിലായി. ഷീ ജിൻപിങ് പെരുമ്പറ കൊട്ടാനും ഇയാൾക്ക് മാലയിടാനും കിരീടം ചാർത്താനും ഒന്നും ഷീ ജിൻപിങ് നിന്നില്ല. വാസ്തവത്തിൽ ഷീ ജിൻപിങ് ആ യോഗത്തിന് വന്നോന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ ചൈനക്കാരെ ഒന്നും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഏകദേശം എല്ലാവരും ഒരുപോലെ ഇരിക്കും. ഷീ ജിൻപിങ് ഈ വെന്ത വെളിച്ചെണ്ണയൊക്കെ പുരട്ടി പുള്ളിയുടെ മുടി എപ്പോഴും നല്ല ചീകി കുട്ടപ്പനാക്കി, ഒരു മുടിനാരഴ പോലും അതിൽ പെശകി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഷീ ജിൻപിങ്. മുഖത്ത് ഫിറ്റ് ചെയ്ത മാതിരി, മെഷീൻ ഫിറ്റ് ചെയ്ത മാതിരി ഒരു ചിരി ഉണ്ടാകും. പല്ല് പുറത്ത് കാണില്ല. ചുണ്ടിങ്ങനെ രണ്ട് വശത്തേക്കും വക്രിച്ച് ഒരു ചിരി. ഡൊണാൾഡ് ട്രംപ് അങ്ങനെയല്ല. ഡൊണാൾഡ് ട്രംപ് ദൈവം സഹായിച്ച് തലയിൽ എണ്ണയും തേക്കാറില്ല, ചീപ്പ് ഓടിക്കാറില്ല. ഹുയ്യാന്ന് പറഞ്ഞ് ഉണങ്ങിയ വൈക്കോൽ പോലത്തെ മുടിയൊക്കെ ആയിട്ടാണ് ആശാൻ്റെ നടപ്പ്. കണ്ണ് മുഴുവൻ തുറക്കില്ല. ഡൊണാൾഡ് ട്രംപ് ശ്രദ്ധിച്ചിട്ടുണ്ട്, പുള്ളി കണ്ണ് ഫുൾ തുറക്കില്ല. കാരണം ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങി ഇങ്ങനെ ആ മട്ടിലെ കണ്ണ് പിടിക്കുകയുള്ളൂ. എന്നിട്ട് ചുമ്മാ സംസാരിക്കും. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ട്രംപ് ഡിസ്ക്രൈബ് ദ ടോക്സ് ഹെൽഡ് ഇൻ സൗത്ത് കൊറിയ ആസ് അമേസിങ്. ഇത് ആരുടെ റിപ്പോർട്ടാണ്? ഫ്ലോറ ഡ്യൂറി, ലോറ ബിക്കർ, ചൈന കറസ്പോണ്ടൻറ്റ്, അയാളുടെ റിപ്പോർട്ടാണ്. അമേസിങ് ആണെന്നാണ്. മേജർ ട്രേഡ് ഇഷ്യൂസ് എല്ലാം തീർന്നു, ഇതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് അവസാനിച്ചു. ഇത്രയും കാലം നടന്ന ബഹളമെല്ലാം തീർന്നു, സംഗതി സ്വച്ഛമായി എന്ന് ട്രംപ്. ഷീ ജിൻപിങ് എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. ദേ എഗ്രീഡ് ടു എ ട്രൂസ് ഇൻ മെയ് ബട്ട് ടെൻഷൻസ് റിമെയിൻഡ് ഹൈ. ഇതിനു മുമ്പ് മെയ് മാസത്തിൽ അവർ ചെറിയൊരു ധാരണയിലെത്തിയിരുന്നു, പക്ഷേ അപ്പോഴും ടെൻഷൻസ് നിലനിന്നിരുന്നു. Thursday's talks did not lead to a formal agreement, but the announcements suggest they are closer to a deal, the details of which have long been subject to behind-the-scene negotiations. ഈ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം എന്താ? ഒന്നും ഫോർമൽ എഗ്രിമെൻ്റ് ആയിട്ടില്ല. ഇത് നേരത്തെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിനെയാണ് ട്രംപ് അമേസിങ് എന്ന് മാത്രമല്ല, ഒരു ചർച്ചയുടെ വിജയത്തിന് 0 മുതൽ 10 വരെ ഒരു സ്കെയിലുണ്ടെങ്കിൽ അതിൽ 12 ഈ ചർച്ചയ്ക്ക് സ്കെയിൽ എന്നൊക്കെ പറഞ്ഞു. 10ൽ 12 മാർക്ക് തനിക്ക് സ്വയം അവാർഡ് ചെയ്തിട്ടാണ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നത്. ഈ പൊട്ട വർത്തമാനമല്ലേ നമ്മളോട് പറയുന്ന പോലെ തന്നെ ചൈനയോടും പറയും. ഷീ ജിൻപിങ് എനിക്ക് വാക്ക് എന്നൊക്കെ പറഞ്ഞു കളയും. ഷീ ജിൻപിങ് ഒന്നും പറയില്ല. വാക്ക് കൊടുത്തു എന്നും പറയില്ല, കൊടുത്തില്ലെന്നും പറയില്ല. ഇതൊക്കെ ചെയ്യാനായിട്ട് ട്രംപ് ഇപ്പോൾ എന്താ നേടിയത്? ട്രംപ് ഈ കാര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ പത്ര റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് എൻ്റെ കയ്യിൽ. വി ഹാവ് എ ഡീൽ, ട്രംപ് സെഡ്. നൗ എവറി ഇയർ വി വിൽ റീനെഗോഷിയേറ്റ് ദ ഡീൽ, ബട്ട് ഐ തിങ്ക് ദ ഡീൽ വിൽ ഗോ ഓൺ ഫോർ എ ലോങ് ടൈം, long beyond the year, but all of the rare earth has been settled and that is for the world. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ എനിക്കാ മനസ്സിലാവാത്തത്?
ഓൾ റെയർ എർത്ത് ഹാസ് ബീൻ സെറ്റിൽഡ്. റെയർ എർത്ത് എന്ന് പറയുന്ന അമൂല്യ ധാതുക്കൾ, അതിൻ്റെ ലോകത്തെ 60% ചൈനയുടെ കയ്യിലാണ് ഇതിരിക്കുന്നത്. 90% അമേരിക്കയുടെ ആവശ്യം ചൈനയിൽ നിന്നാണ് നടത്തുന്നത്. അവിടെയാണ് ചൈന കയറി ഇവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചത്. ഇവൻ ഈ ലേലം വിളിക്കുന്ന പോലെ 70% താരിഫ്, ചൈന പറഞ്ഞു 80, 135, 150. അവിടെ വെച്ച് ഡെഡ് ലോക്കായി. ചൈന റെയർ എർത്ത് കൊടുക്കൽ നിർത്തി. അപ്പോൾ അമേരിക്കയ്ക്ക് ആദ്യത്തെ അടി കിട്ടുക, സംഗതികൾ മുന്നോട്ട് പോകില്ല. റെയർ എർത്ത്സും മാഗ്നറ്റ്സും ഒക്കെ ഈ ഇലക്ട്രോണിക്സിന് അത്യന്താപേക്ഷിതമായ സാധനങ്ങളാണ്. ഇത് ഇന്ത്യയുടെ ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ സാധനമുണ്ട്, പക്ഷേ നമുക്ക് ആ പ്രോസസ്സിങ് ടെക്നോളജി ആയിട്ടില്ല. ആ ടെക്നോളജിയൊക്കെ ആയിട്ട് ജപ്പാൻകാർ ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്ത് അവർ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ആലോചനകളും സംഗതിയൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ മോശക്കാരായിട്ടൊന്നുമല്ല, നമ്മൾ ഓടി എത്തിയിട്ടില്ല അവിടം വരെ എന്നേ ഉള്ളൂ. ഇപ്പോൾ ചൈനയുടെ അപ്പർ ഹാൻഡ് ആയതുകൊണ്ട് ചൈന ഈ റെയർ എർത്ത്സിൽ കയറി പിടിച്ചു. നമ്പർ 2, സോയാബീൻ ഇറക്കുമതി. ഈ അമേരിക്ക ഉണ്ടാക്കുന്ന സോയാബീൻ മെഷീനറി വെച്ചുള്ള കൃഷിയല്ലേ അവിടുത്തെ, ഇഷ്ടം പോലെയുണ്ട് സോയാബീൻ. ഈ സോയാബീൻ അതിൻ്റെ എണ്ണ എടുത്തിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ചൈന വൻതോതിൽ. 10,200 ബില്യൺ ഡോളറിൻ്റെ ഇറക്കുമതി ഇതൊക്കെ ചൈന ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ താരിഫ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ചൈന അത് നിർത്തിയിട്ട് കാനഡയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ കിട്ടുന്നിടത്തൊക്കെ അവർ മേടിക്കാൻ തുടങ്ങി സോയാബീൻ. അപ്പോൾ ട്രംപിന് അടുത്ത അടിയായി. അവിടെ ഉണ്ടാകുന്ന സോയാബീൻ ഒരു പട്ടിക്കും വേണ്ട, അമേരിക്കയിൽ കുന്നുകൂടി കിടക്കുകയാണ്. സോയാബീനിൽ മുങ്ങി ചത്തുപോകും എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കർഷകർ നിലവിളിക്കുന്നു, എൻ്റെ പൂനെ ചേട്ടാ ഇതെങ്ങോട്ടെങ്കിലും കൊടുത്തു വിട്, വെറുതെയെങ്കിലും കൊടുക്കുക ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ. അപ്പോൾ ട്രംപ് ചൈനയോട് പറഞ്ഞു, അല്ല കുറച്ച് സോയാബീൻ എടുക്കുമോ? എടുക്കാം, പക്ഷേ താൻ ഇവിടെ ഞങ്ങൾ എടുത്തുകൊണ്ടിരുന്നതല്ലേ, താൻ ഈ 135, 150% താരിഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യം നടക്കുന്നു? അല്ല അതൊക്കെ പോട്ടെ, അതൊക്കെ ഞാൻ അയച്ചു. ശരി, ഇപ്പം എത്രയാണ് താരിഫ്? അല്ല നമുക്കത് അതൊരു ഒരു മര്യാദ വിലയ്ക്ക് ഞാൻ ചെയ്തോളാം. 47% എന്നൊക്കെ പറയും, കുറച്ച് 47 കൊണ്ടുവന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. ഒരു സാധനം എഴുതി ഒപ്പിട്ടിട്ടില്ല എന്നിവർ. ഒരു സാധനം, ഒരു കീറ്റ് കടലാസിൽ ഞങ്ങൾ തമ്മിൽ കണ്ടു എന്നെങ്കിലും എഴുതി ഒപ്പിടണ്ടേ, അതും ചെയ്തിട്ടില്ല. എന്നിട്ട് ട്രംപ് ഈ പൊങ്ങച്ചടിക്കുകയാണ്, ഞാൻ സോയാബീൻ വിൽപ്പന റെഡിയാക്കി, റെയർ എർത്ത്സ് വിൽപ്പന റെഡിയാക്കി. എന്ത് റെഡിയാക്കി? നേരത്തെ തന്നെ ചൈന നിങ്ങൾക്ക് റെയർ എർത്ത്സ് തന്നുകൊണ്ടിരുന്നു, നിങ്ങളുടെ നിന്ന് സോയാബീൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു ആണല്ലോ. അമേരിക്ക ഈ താരിഫ് കൂട്ടി ചൈന ഇത് നിർത്തി. ഇപ്പോൾ അമേരിക്ക താരിഫ് കുറച്ചു, ചൈന വാങ്ങാനും കൊടുക്കാനും തുടങ്ങി. ഇതിൽ അച്ചീവ്മെൻ്റ് എന്താ എനിക്ക് മനസ്സിലാവണില്ല. വഞ്ചി പിന്നെയും തിരുനക്കരയിൽ വന്നു, ഇത്രയല്ലേ ഉള്ളൂ, അതിൽ അച്ചീവ്മെൻ്റ് ഇല്ലല്ലോ. പക്ഷേ ട്രംപ് പറയുന്നത് 10ൽ എനിക്ക് 12 മാർക്കുണ്ട് കേട്ടോ, കാരണം ഞാൻ കണ്ടില്ലേ ഇതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യിച്ചു ഞാൻ. ഇത് സ്റ്റോപ്പ് ചെയ്യിച്ചു തരാൻ നിങ്ങൾ തന്നെയല്ലേ, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യിച്ചു എന്ന് പറയുന്നത്. ട്രംപ് ഷീ ജിൻപിങ്ങിൻ്റെ കൈ ചൂടുവെള്ളത്തിൽ മുക്കി. ട്രംപിൻ്റെ 2 കൈയും കൂടെ ഷീ ജിൻപിങ് പിടിച്ച് തീയിൽ തന്നെ മുക്കി. ചൂടുവെള്ളത്തിലല്ല, നേരെ തീയിൽ. ട്രംപിന് പൊള്ളി ഹൂ 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 എന്ന് പറഞ്ഞിട്ട് കൈ തിരിച്ചെടുത്തു, ചൈനയും തിരിച്ചെടുത്തു. എന്നിട്ട് ട്രംപ് കണ്ടോ, ചൈന എൻ്റെ കൈ തിരിച്ചു തന്നില്ലേ തീയിൽ നിന്ന്. അതാണ് എൻ്റെ മിടുക്ക്. ഇതൊക്കെ ഈ ഡൊണാൾഡ് ട്രംപിനല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ പൊങ്ങച്ചം പറയാൻ സാധ്യമല്ല. വാസ്തവത്തിൽ അനാവശ്യമായ ഒരു താരിഫ് യുദ്ധം തുടങ്ങി ഇതെവിടെ കൊണ്ടുപോയി തീർക്കണം എന്നറിഞ്ഞുകൂടാതെ വിഷമിക്കുന്ന ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോഴും. അങ്ങനെ പൊങ്ങച്ചത്തിനൊരു കുറവുമില്ല. എല്ലാം ഞാൻ ശരിയാക്കി. ഇതിലൊക്കെ രസം, ഫെൻറ്റനിൽ എന്ന മാരകമായ മയക്കുമരുന്ന് അത് ചൈന അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു, സ്മഗിൾ ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു 20% താരിഫ് അതിൻ്റെ പേരിൽ അമേരിക്ക അടിച്ചിരുന്നു. ഇന്ന് ട്രംപ് പറഞ്ഞു ചൈനയുടെ പുതിയ നിലപാടുകൾ പരിഗണിച്ച്
ഞാനത് 10% കുറയ്ക്കുന്നു. എന്താ ഈ പുതിയ നിലപാട്? ഒരു നിലപാടുമില്ല. ഈ ഫെൻറ്റനിലിനെ ചൊല്ലി ഒരക്ഷരം ചൈന മിണ്ടിയിട്ടില്ല. ഏതെങ്കിലും രാജ്യം ഇനി അഥവാ മയക്കുമരുന്ന് കയറ്റി അയക്കുന്നുണ്ടെന്ന് വെച്ചോ, ആരെങ്കിലും സമ്മതിക്കുമോ? ഞങ്ങൾ കയറ്റി അയക്കുന്നുണ്ടായിരുന്നു ചേട്ടാ, അതിപ്പോൾ കുറച്ചേക്കാം. അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ 20% താരിഫ് ഞാനും 10% ആക്കാം. ഇതെന്താ? മയക്കുമരുന്ന് 10% ആണെങ്കിൽ പോന്നോട്ടെ എന്നാണോ ട്രംപ്? ഞാനിതാ പറയുന്നത്, ഒരു അർത്ഥവും സംഗതിയും ഇല്ലാത്ത കുറേ പ്രഖ്യാപനങ്ങൾ. ഫെൻറ്റനിലിൻ്റെ പേരിലുള്ള തീരുവ 10% കുറച്ചു. പെനാൽറ്റി തീരുവ 10% കുറച്ചു. ചൈനയാണെങ്കിൽ ഫെൻറ്റനിൽ എന്നൊരക്ഷരം മിണ്ടിയിട്ടുമില്ല. മിണ്ടിയാൽ അവർക്ക് അപകടമാണല്ലോ. നിങ്ങളുടെ മയക്കുമരുന്ന് കച്ചവടം നിർത്തിയോ ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന എന്തു ചെയ്യും? നിർത്തി എന്ന് പറഞ്ഞാൽ ഇതുവരെ കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് വരും. നിർത്തിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മയക്കുമരുന്ന് വിൽക്കുന്നുണ്ടെന്ന് വരും. ഇല്ലേ? അമ്മയെ തല്ലുന്നത് നിർത്തിയോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമല്ലേ അത്? ഇതൊക്കെ ഈ ഡൊണാൾഡ് ട്രംപിന് മാത്രം സാധിക്കുന്ന തമാശകളാണ്. എന്നിട്ട് അങ്ങേര് ഇത് ചെയ്യുന്നു. എന്താ? അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വാഴുന്നു. 3ാം തവണ എനിക്ക് മത്സരിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഞാൻ ഖേദിക്കുകയാണ് സുഹൃത്തുക്കളെ, ഖേദിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം പറയുകയാണ്. നിയമം അങ്ങനെ ആയിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൂടാതെ ഡിഡ് ചൈന വിൻ? ഇതൊരു ചോദ്യമാണ്. Beijing had surprised the White House with strict export controls on rare earths ahead of the meeting, exploiting its dominance on the global supply chain to gain leverage over Washington. ചൈന റെയർ എർത്ത്സിൽ കയറി കൈവച്ചു. അതിൻ്റെ എക്സ്പോർട്ട് അങ്ങ് നിർത്തിവെച്ചപ്പോൾ തന്നെ വാഷിങ്ടൺ ഉഷ്ണിക്കാൻ തുടങ്ങി. ചൈന സക്സസ്ഫുള്ളി യൂസ് ദ റെയർ എർത്ത്സ് എക്സ്പോർട്ട് കൺട്രോൾസ് and a soybean embargo to force the US to lower tariff. This is what has happened. ചൈന റെയർ എർത്ത്സ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പിടിച്ചു വെച്ചു. അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന സോയാബീൻ വേണ്ടെന്നും വെച്ചു. ഈ 2 സ്റ്റെപ്പ് കൊണ്ട് അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ ചൈനയ്ക്ക് സാധിച്ചു. ഇനിയിപ്പോൾ ഇന്ത്യയിൽ മുട്ടുകുത്തും. നിങ്ങൾ നോക്കിക്കോ, ഇന്ത്യയുമായിട്ട് ഇപ്പോൾ വലിയ വാചകടിയില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് മറ്റേ സംഗതി പറയും, പാകിസ്ഥാനിലെ യുദ്ധം നിർത്തിയ ഞാനാണ് കേട്ടാ എന്നൊക്കെ പറയും. മോദി അത് മൈൻഡ് ചെയ്യുന്നുമില്ല. നമ്മൾ ഇയാളുടെ സർക്കസ് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ, അതേസമയം ഫോർമലായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ നമ്മൾ നിർത്തിവെച്ചിട്ടൊന്നുമില്ല, നിർത്തിവെക്കാൻ ഉദ്ദേശവുമില്ല. ബട്ട് ഇങ്ങേര് ഈ താരിഫ് അടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളുടെ ആപ്പീസ് പൂട്ടുമെന്ന് അങ്ങേര് വിചാരിച്ചത് ഇതുവരെ ആയിട്ടും ഒരാപ്പീസും പൂട്ടിയിട്ടില്ല. എല്ലാ ആപ്പീസും ഭംഗിയായിട്ട് നടക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് ആശാന് ഇന്ത്യയോട് സംസാരിച്ച് പഴയ നിരക്കിൽ പഴയ താരിഫിലേക്ക് നമുക്ക് വരാം എന്ന് പറയും. വരാമെന്ന് പറയുമ്പോൾ നമ്മൾ സമ്മതിക്കും. അപ്പോൾ പുള്ളി അത് പുള്ളിയുടെ വിജയമായിട്ട് ആഘോഷിക്കും. കണ്ടോ ഇന്ത്യ ഞാൻ പറഞ്ഞത് മുഴുവൻ സമ്മതിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ഇതാണ് കാർന്നവരുടെ ഇപ്പോഴത്തെ പരിപാടി. ഇതിനെ വീണടം വിദ്യ എന്ന് പറയും. ഈ സർക്കസുകാരൻ ഇടയ്ക്ക് കാല് തെറ്റി താഴെ വീഴും. താഴെ വീണു എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാനായിട്ട് അയാൾ ഹിന്ദത്വൈ എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു സർക്കസ് ആയിരുന്നു എന്ന് ഭാവിക്കും. ഈ പരിപാടിയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനിയും ചിരിക്കാനുള്ള വക അദ്ദേഹത്തിൽ നിന്ന് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.